നമസ്കാരം. ഇൻകം ടാക്സിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എക്കോസ്റ്റാറ്റ് എന്ന ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന രീതിയാണ്. എന്നാൽ നേരിട്ട് സ്പാർക്കിൽ നിന്നും ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി നമ്മൾ ഒരു ജീവനക്കാരൻ്റെ പേഴ്സണൽ പേജിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച കൊടുത്താണ് നമ്മൾ അയാളുടെ പേജിലേക്ക് കയറുന്നത്. സൈൻ ഇൻ ചെയ്യുകയാണ്. ഇതാണ് ആ ജീവനക്കാരൻ്റെ പേഴ്സണൽ പേജ്. പ്രൊഫൈൽ, ലോൺസ്, അഡ്വാൻസ്, സർവീസ് മാറ്റേഴ്സ്, ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ മെനുവിൽ നമ്മൾ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടാബാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ ന്യൂ റെജീമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ടാക്സ് കാൽക്കുലേഷൻ ന്യൂ റെജീം. ഇതാണ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേത്. ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ സേവിങ്സ്, ഏണിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഓൾഡ് റെജീമും ന്യൂ റെജീമും രണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഗ്രോസ് സാലറി. ന്യൂ റെജീമിലും അത് തന്നെയാണ് ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറി എങ്ങനെ ഇത് കിട്ടിയെന്നറിയാൻ ഈ ഏണിങ്സ് ആൻഡ് സേവിങ്സ് എന്നുള്ള ഈ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലറി 2025 മാർച്ച് മാസം മുതൽ 2026 ഫെബ്രുവരി മാസം വരെയുള്ള ടോട്ടൽ സാലറി ഇവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അരിയേഴ്സാണ്. ഇത് നമ്മുടെ പേ റിവിഷൻ അരിയറാണ്. ഇത് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട്. ഇത് പേ റിവിഷൻ അരിയറും ഇത് മറ്റൊരു സാലറി അരിയർ ഇദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്നു. നേരത്തെ ബാക്കി കിടന്നിരുന്ന ഒരു അരിയറാണ്. ആ അരിയർ കൂടി ചേർത്ത് വരുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 18,38,832 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സാലറി. ഇതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. 2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള 12 മാസത്തെ സാലറിയും പേ റിവിഷൻ അരിയറും വേറൊരു സാലറി അരിയർ ഉണ്ടായിരുന്നു. അതും ചേർന്ന തുകയാണ് ഈ കാണുന്ന 18,38,832 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഹൗസിംഗ് ലോണോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. എന്നാൽ നമ്മളിവിടെ ന്യൂ റെജീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിഡക്ഷൻസ് ഒന്നും ബാധകമല്ല. അതുകൊണ്ട് നമ്മളിവിടെ വെറുതെ വിടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ മൈനസ് ഫിഗറായിട്ട് നൽകണം. എത്രയാണ്? മാക്സിമം 2 ലക്ഷം രൂപ വരെ നമുക്ക് ഹൗസിംഗ് ലോണിൽ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. ആ തുക നമുക്കിവിടെ മൈനസ് ഫിഗറായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ന്യൂ റെജീം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ബാധകമല്ല. അടുത്ത മറ്റുള്ള ഇൻകം നോക്കാം. ഇവിടെ ഫെസ്റ്റിവൽ അലവൻസ് ഒരു 3000 രൂപ നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു ഫെസ്റ്റിവൽ അലവൻസ് അല്ലെങ്കിൽ ഓണം അലവൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കറിയാം. ന്യൂ റെജീമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 75,000 രൂപയാണ്. ഓൾഡ് റെജീമിലാണെങ്കിൽ അത് 50,000 രൂപയാണ്. പിന്നെ ഹൗസ് റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയി. അപ്പോൾ ഇതാണ് ഈ സ്പാർക്കിൽ നിന്ന് എടുക്കുന്നതും ഇക്കോസ്റ്റാറ്റിൽ നിന്ന് എടുക്കുന്നതുമുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ റെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന് മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ശരിക്കും ന്യൂ റെജീമിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാതിരുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് അതർ അലവൻസസ് എക്സംപ്റ്റഡ്. നമുക്ക് ഓൾഡ് റെജീമിലാണെങ്കിൽ എക്സംപ്റ്റ് ചെയ്യാൻ കഴിയുന്ന പല അലവൻസുകളുമുണ്ട്. അത് വേണമെങ്കിൽ നമുക്കിവിടെ കാണിക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഇത് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ന്യൂ റെജീമിലേക്ക് പോകുന്നത്. ഇവിടെ 80C ഡിഡക്ഷൻ ഇത് ഏതിന് മാത്രം ബാധകമാണ്? ഓൾഡ് റെജീമിന് മാത്രം ബാധകമാണ്. നമ്മുടെ SLI ആയിട്ട് നമ്മൾ ഇത്ര അടച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഈ എമൗണ്ടാണ്. NBS ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ 1,40,964. ജീവൻ രക്ഷ നമ്മുടെ GPAI സ്കീമിൻ്റെ 1000 രൂപ. GPFൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ടുള്ള 1,20,000 രൂപ. ഇതെല്ലാം കൂടി ചേർന്നാലും നമുക്ക് എത്രയേ നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ? 1.5 ലക്ഷം രൂപ മാത്രമേ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. അത് ഓൾഡ് റെജീമിലാണ്. അതിവിടെ കാണിച്ചിട്ടുമുണ്ട് 1.5 ലക്ഷം രൂപ. എന്നാൽ ഇവിടെ അഡീഷണൽ ഡിഡക്ഷൻ അണ്ടർ 80 CCD 1B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 1,40,964 രൂപ നമ്മുടെ NPSൻ്റെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനുണ്ട്. നമുക്കിവിടെ 1.5 ലക്ഷം ആക്കുന്നതിന് ഈ ഫുൾ എമൗണ്ട് എടുക്കേണ്ടി വരുന്നില്ല. ഒരു 30,000 രൂപ എടുത്താൽ തന്നെ
ഇത് 1.20 ഈ 30 കൂടെ ചേർന്ന് തന്നെ 1.5 ലക്ഷമാകും. അപ്പോൾ അവിടെ കുറേ അധികം തുക നമുക്ക് കുറയ്ക്കാൻ കഴിയാതെ പോകുന്നുണ്ട് NPSലേക്ക് അടച്ചത്. അതിൻ്റെ ഒരു മാക്സിമം 50,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കുറയ്ക്കാൻ കഴിയും. അതും ഓൾഡ് റെജീമിലാണ്. അപ്പോൾ ആ 50,000 ഇവിടെ കുറച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് മെഡിസപ്പ് അഥവാ നമ്മുടെ മെഡിക്ലെയിം എമൗണ്ട് ആണ്. നമ്മൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ അതിൻ്റെയാണ്. ഇവിടെ നമുക്ക് 5,874 എന്താണ് നമ്മുടെ മെഡിസപ്പിലെ കഴിഞ്ഞ വർഷത്തെ അടവാണ്. ഈ തുക എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ആ പഴയ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അതിനായി ഈ റെജീം കമ്പാരിസൺ സെലക്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ പഴയ പേജിൽ എത്തിയിരിക്കുകയാണ്. ഈ പഴയ പേജിൽ നമ്മുടെ ഗ്രോസ് സാലറി ഉണ്ട്, 3,000 രൂപ അതർ ഇൻകം, എന്താണ് നമ്മുടെ ഫെസ്റ്റിവൽ അലവൻസ്, 2,500 രൂപ ഡിഡക്ഷൻ. ഇത് ഓൾഡ് റെജീമിലേ ഉള്ളൂ. ഏത് പ്രൊഫഷൻ ടാക്സ് അടച്ചത്, ഇവിടെ അതൊന്നുമില്ല. ഇവിടെ 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾഡ് റെജീമിൽ. നമുക്കിവിടെ ന്യൂ റെജീമിൽ 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. 1.5 ലക്ഷം രൂപ വരെ ATCയിൽ ഡിഡക്ഷൻ, അതെവിടെയാണ് ഓൾഡ് റെജീമിൽ, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്ലെയിം ആയിട്ടുള്ള 5,874 രൂപ, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒരു 5,874 രൂപ നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയും. പക്ഷേ അത് ഓൾഡ് റെജീമിലേ കഴിയുള്ളൂ, ന്യൂ റെജീമിൽ കഴിയില്ല. ലെസ് അഡീഷണൽ ഡിഡക്ഷൻ അണ്ടർ ATCCD 1B, നമ്മൾ നേരത്തെ പറഞ്ഞ 50,000 രൂപ. ഇതെല്ലാം ഏതിനകത്താണ്, ഓൾഡ് റെജീമിലാണ്. ന്യൂ റെജീമിൽ നമുക്ക് ആകെയുള്ളത് ഈ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് ഓൾഡ് റെജീമിൽ 2,87,538, ന്യൂ റെജീമിൽ 1,53,366. ഇവിടെ നമുക്ക് ലെസ് റിബേറ്റ് ആണ്. ഇവിടെ റിബേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾഡ് റെജീമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് 12,500 രൂപ റിബേറ്റ് ലഭിക്കും. ന്യൂ റെജീമിലാണെങ്കിൽ നമ്മുടെ സാലറി, ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 60,000 രൂപ ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്കിവിടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 18,38,832. 12 ലക്ഷത്തിൽ താഴെയായിരുന്നുവെങ്കിൽ ഈ 60,000 രൂപ നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. നമുക്കപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇൻകം ടാക്സ് ആഫ്റ്റർ റിബേറ്റ് അല്ലെങ്കിൽ മാർജിനൽ റിലീഫ്. മാർജിനൽ റിലീഫ് എന്താണെന്ന് മറ്റൊരു വിശദമായ വീഡിയോ നേരത്തെ വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ വിശദമായി പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ എന്താണ് മാർജിനൽ റിലീഫ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാർജിനൽ റിലീഫും ഒന്നുമില്ലാതെ നമുക്ക് ഇത്രയുമാണ് ഇവിടെ വന്നിരിക്കുന്ന ഗ്രോസ് ടാക്സ് എന്ന് പറയുന്നത്. എത്ര, 2,87,538. അത് ഓൾഡ് റെജീമിൽ. എന്നാൽ ന്യൂ റെജീമിലോ ഇതിനേക്കാൾ വളരെ കുറവാണ്. കാരണം അതിൻ്റെ സ്ലാബ് റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. വ്യത്യസ്തമായൊരു സ്ലാബ് റേറ്റ് ആയതുകൊണ്ട് 5, 10, 15, 20, 25 ആ രീതിയിലാണ് സ്ലാബ് റേറ്റ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് 1,53,366 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ബെറ്റർ, നമുക്ക് ഈ ന്യൂ റെജീം തന്നെയാണ് ബെറ്റർ. അതുകൊണ്ടാണ് ഇവിടെ ഈ ടിക്ക് മാർക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെ കാണുന്നത് എഡ്യൂക്കേഷണൽ സെസ്സാണ്, 4% സെസ്. ഇതിൻ്റെ സെസ് 11,502 എന്നാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ എമൗണ്ട്. അതിൻ്റെ 4% എന്ന് പറയുന്നത് 6,135 അപ്പോൾ ഇതുകൂടി ചേർന്ന് വരുന്നത് 1,59,501 ന്യൂ റെജീമിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ്. ഇവിടെ 2,99,040. നമുക്ക് ലാഭം ന്യൂ റെജീം തന്നെയാണ്. ഇവിടെ TDS ആയി നമ്മൾ എത്ര അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 94,000 രൂപ TDS അടച്ചിട്ടുണ്ട്. ആ TDS കുറഞ്ഞാൽ കിട്ടുന്ന ബാക്കി തുക 65,501 രൂപയാണ് ഇനി നമ്മൾ അടയ്ക്കാനുള്ളത്. അത് ഒരു ഇൻസ്റ്റാൾമെൻറ്റായി നമ്മുടെ ഈ ഫെബ്രുവരി മാസത്തെ സാലറിയിൽ നിന്നും പിടിക്കാനായിട്ട് നമ്മുടെ DDOയ്ക്ക് അധികാരം കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് നമുക്കിനി പിടിക്കാനുള്ള ടാക്സ്. ഇത് നമ്മൾ ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അടുത്ത മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് അതിൽ നിന്നും കുറഞ്ഞു വന്നിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കാം. ഞാനിവിടെ ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുകയാണ്. സക്സസ്ഫുള്ളി ഫോർവേഡഡ് ഫോർ അപ്രൂവൽ, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുത്തു. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ട് ജനറേറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ടാക്സ് കാൽക്കുലേഷൻ ഷീറ്റ് 2025-26 ന്യൂ റെജീമാണ്. ആളിൻ്റെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം സ്പാർക്കിൻ്റെ ഡേറ്റാബേസിലുള്ളതായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. ഇതിൽ നമ്മുടെ മുഴുവൻ സാലറി ഡീറ്റെയിൽസും ഉണ്ട്, ഡിഡക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ പേജ് നമ്മൾ നോക്കുക. നമ്മുടെ റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് 65,501. ഈ 3 പേജുണ്ട്. ഈ 3 പേജുകളും നമുക്ക് പ്രിൻ്റ് എടുത്ത് അടിയിൽ സൈൻ ചെയ്ത് DDOയ്ക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് സ്പാർക്കിൽ നിന്നും നേരിട്ട്
ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നുമുള്ള പ്രധാന വ്യത്യാസം ഇതിൽ ന്യൂ റെജീമിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ HRA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കോസ്റ്റാറ്റ് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അല്ല, നമുക്ക് ന്യൂ റെജീം നേരിട്ട് എടുക്കാനാണ് എല്ലാവർക്കും താല്പര്യമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ രീതിയിലുള്ള ഡിഡക്ഷൻസ് ഒന്നും കൂടുതലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുക്കാൻ കഴിയും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി ആൾക്കാർ ഇതിനെപ്പറ്റി അറിയട്ടെ. ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്